എന്താ ഭംഗിയില്ലേ നമ്മുടെ ബോഗൻവില്ല കണ്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളമൊക്കെ ഒഴിച്ചില്ലേ, ചാണകവും ഇത്തിരി എല്ലുപൊടിയും അതുപോലെ തന്നെ കുറേ പിണ്ണാക്കും ഒക്കെ കുതിർത്ത് വെച്ച് അതിനൊഴിച്ചതാണ്. നല്ല ഭംഗിയുണ്ട് കണ്ടോ, എന്ത് രസമല്ലേ പൂ കാണാനായിട്ട്, അടിപൊളിയായിട്ടില്ലേ. ഇവിടെ വരുമ്പോഴേക്കും നല്ല സന്തോഷം കേട്ടോ. ഇത് കാണാൻ പ്രത്യേക ഭംഗിയല്ലേ ഈ വയലറ്റ്. ഇത് ഉണങ്ങിപ്പോയതാ, ഞങ്ങൾ 4 ദിവസം നനയ്ക്കാണ്ട്. പിന്നെ നനച്ച് തളിർത്തു വന്നു. എന്നാലും എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതാ അവിടെ മഞ്ഞുണ്ട്, മഞ്ഞാനിവിടെ കൊണ്ടുവയ്ക്കണം. ഇതല്ലേ എന്താന്നറിയില്ല. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് കുറച്ച് വിളവെടുപ്പുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കോവയ്ക്ക പൊട്ടിക്കാനുണ്ട്, പിന്നെന്താ ചീരയുണ്ട്, പിന്നെ വഴുതനങ്ങയുണ്ട്, പക്കായുണ്ട്. പൊട്ടിക്കാം കേട്ടോ. ചീര പൊട്ടിച്ചു. ചീര വെളുത്ത പുല്ലൊക്കെ കളഞ്ഞു ഞങ്ങൾ കേട്ടോ, ഇന്നലെ കളഞ്ഞു. അതിന് കുറച്ച് വളമൊക്കെ ഒഴിച്ചു. കോവയ്ക്ക പൊട്ടിച്ചാ എന്തോരം കിട്ടി? അല്ലേ എത്ര കിട്ടിയാ? ഇനിയുണ്ടാ ഇവിടെ കോവയ്ക്കയുടെ പന്തലൊക്കെ വീണു അല്ലേ? ചില കുറേ പഴുത്ത് പോയിണ്ടല്ലേ. എന്താണ് താഴത്തുണ്ടാവോ? ഇതെന്ത് ചെടി ചേച്ചത്? ഇത് ഏത് വള്ളി? പയറല്ല, കണ്ടാ ഈ കിളിന്ത് കോവയ്ക്ക തിന്നാൻ എന്ത് രസമല്ലേ. നമ്മളെ കൊപ്പക്കായ ഇവിടെ കടലാസിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടിക്കാല്ലേ? എന്തായി? പൊട്ടിക്കാല്ലേ? ഇനി ഇത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആയോ? പൊട്ടിച്ചോളൂ. യെസ്, പഴുത്തു. ഇത് മൂടണോ? ആയിട്ടില്ല. അതോ അതുണ്ടേ, അതെന്താ ഇത് നീളന ഉണ്ടേ. നമുക്ക് അതിൻ്റെ മുകളിൽ കറിവേപ്പിന് അടിയിൽ നിന്ന് മുറിക്കോ വള്ളി. എവിടേക്ക് നമ്മൾ പോകണോ അവിടേക്ക് ഇവരുണ്ട്. എവിടേക്ക് നമ്മൾ പോകണോ അവിടേക്ക് ഇവരുണ്ട്. കുറേ ജാതിക്ക് കിടക്കണ്ടല്ലോ. ദേ കിടക്കണം, ഇവിടെ പറഞ്ഞത് ദേ കിടക്കണം. അയ്യോ, നമുക്കത് പൊട്ടിക്കാം. ഞാൻ പൊട്ടിക്കാം, അതുകൊണ്ട് ചേച്ചി പൊട്ടിച്ചോളാം. കുറച്ച് വഴുതനങ്ങ ഉണ്ടിട്ട് നമ്മുടെ വഴുതനയമ്മ പൊട്ടിക്കാം. വഴുതനങ്ങ വീണ്ടിടാട്ടോ. ഇല്ല, മറ്റേ പൊക്കി വെച്ചിട്ടില്ല, ചാക്കിൻ്റെ മുകളിൽ വെച്ച കെട്ടിയിട്ടുണ്ട്. ഇതാണോ അത്? പക്ഷേ അതെന്തെങ്കിലും ചെയ്യണമെന്നറിയില്ല. എവിടേക്കുണ്ട്? 1 2 4 6 8 ചെറിയ വിളവെടുപ്പാണ്, കണ്ടില്ലേ? പഴുത്തു. പക്ഷേ ഇത് ഇനി അവിടെ നിർത്തിയാൽ കിളികൾ വന്ന് കൊത്തും. മാത്രമല്ല ചിലപ്പോൾ പഴുപ്പ് അധികമായാലോ. 2 ദിവസം കൂടി വീടിൻ്റെ ഉള്ളിൽ വെക്കുക. മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പഴുക്കും. ഇപ്പം അത് ഇവിടെ ഒന്നും പഴുത്തിട്ടില്ല, പഴുക്കട്ടെ. പിന്നെ ഇത് വഴുതനങ്ങ, വയലറ്റ് വഴുതനങ്ങ 2 തരം ഉണ്ട പോലത്തെ ഉണ്ട്, നീളനുണ്ട് കേട്ടോ. പൊട്ടിച്ചു. ഇത് കോവയ്ക്ക. പിന്നെ ചീര അരിഞ്ഞ് വെച്ചു കേട്ടോ. അടുത്ത് വെക്കാൻ പോവുകയാണ് ഞങ്ങൾ.
ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ്. പിന്നെ നമുക്ക് ചീര വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ കേട്ടോ. ഓക്കേ.